അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനൊരു കൂർക്ക കറി ഉണ്ടാക്കി വറുത്തരച്ചൊരു കറി വെച്ചിട്ടുണ്ട്. കറി നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാവരോടേക്കും ഒരു കാര്യം പറയാണ്ട്, എല്ലാവരും പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ഒരു സബ്സ്ക്രൈബ് തരണം കേട്ടോ. പിന്നെന്താണെന്നറിയോ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഒരു കമൻറ്റും തരണേ. അടിപൊളി കറി കേട്ടോ, അത് നല്ല ടേസ്റ്റുണ്ട്. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പറയുക, നല്ല ടേസ്റ്റുള്ള കറി, അത് മാത്രം മതി ചോറിന്. അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കിക്കൊണ്ടു. കാര്യങ്ങൾ പറഞ്ഞ് മറക്കണ്ട. അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. എന്താ പരിപാടി അറിയാം, കൂർക്ക വറുത്തരച്ച് വയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാൻ സാധാരണ കാണിക്കുന്ന പോലെ തന്നെ ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. പോട്ടിലിട്ടിട്ട് ചൂടായിട്ട് ചട്ടി ഒന്ന് തീയത് കുറച്ച് വെച്ചു കേട്ടോ. അത്ര മതി. നമുക്ക് ഇതിട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. വറുത്തരച്ച മസാലക്കറി ഇട്ടത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ടിട്ട് ഇതാണ് വേവിച്ചെടുക്കാം. ഇത് വറുത്തരയ്ക്കാതെയും വേണമെങ്കിൽ നമുക്ക് വെക്കാട്ടോ. മസാലക്കറി പോലെ തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് ഞാൻ വറുത്തരച്ചിട്ട് അയക്കുന്നത് കേട്ടോ. പയറുപ്പേരി അവിടെ വെന്ത് കിടക്കുന്നുണ്ട്. കുളിക്കാനുള്ള ചൂടുവെള്ളം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേവുന്ന വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, അപ്പോൾ തേങ്ങ വറുക്കണം കൂർക്കക്കറിക്ക്. അപ്പോൾ നമ്മളെ കൂർക്കക്കറിക്ക് ഒരു തേങ്ങ വറുത്തരയ്ക്കണേ. കുറച്ച് പെരിഞ്ചീരകം, വെളുത്തുള്ളി, കരുവേപ്പില. വേവിച്ച് ഞാൻ ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പം അത് നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്കിത് വാങ്ങാം കേട്ടോ. തീ ഓഫാക്കി അപ്പം നമുക്കത് വാങ്ങി വെച്ചു. നമുക്ക് വേറെ പരിപാടിയുണ്ട്, അത് ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ട് കാണിച്ചു. തേങ്ങ വറുത്ത ചട്ടി തന്നെ ആട്ടോ മുപ്പിക്കുന്നതും. വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു. ചൂടായി വരട്ടെ. ചൂടായിട്ട് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ടുകൊടുത്തു.
സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കറി കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ തേങ്ങ പൊളിക്കാൻ വയ്യാത്തതുകൊണ്ട് തേങ്ങാപ്പൊട്ട് ഇടുന്നില്ല. ഉള്ളവരൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തോണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ച കൂർക്ക അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചാറ് വേണമെങ്കിൽ ചാറോട് കൂടി തന്നെ ഉണ്ടാക്കാം. അത് വരട്ടി എടുക്കുകയാണെങ്കിൽ വരട്ടി ഉണ്ടാക്കട്ടോ. അത് ഞാൻ ചെറിയ പെരളൻ ചാറിലാട്ടോ. പെരളൻ ചാറെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ? തൊട്ട് കൂട്ടാൻ പാകത്തിന്. ഇതിൽ ഉപ്പിട്ടായിരുന്നു, ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഈ തക്കാളി നമ്മളെ ഉള്ളിയിലിട്ട് കൊടുക്കേണ്ടതായിരുന്നു, മറന്നത് കാരണം ഇതിലിട്ട് കൊടുത്തു. ഇതിലിട്ട് കൊടുത്താലും കുഴപ്പമില്ല, നമ്മൾ കൂർക്ക വേവിക്കുമ്പോൾ വേവിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അത് വെള്ളം ഒന്ന് വറ്റി വരണം കുറച്ചൊക്കെ. അപ്പോൾ ആ സൗളത്തിൽ തക്കാളി വെന്ത് കിട്ടും. ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് പാകമായി വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് താഴെ വറുത്തരച്ച് തേങ്ങ കുറച്ച് മതി. ഉപ്പ് അപ്പം നമ്മുടെ കൂർക്ക വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് കുറവായിരുന്നു. മല്ലിയിലയും കൂടി ഇട്ടു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും.